ഫോക്ലോർ അപഗ്രഥനത്തിനായുള്ള സമീപനങ്ങൾ. ഇക്കോ ഫോക്ലോർ കാർലെ ക്രോഹൺ അവതരിപ്പിച്ച ചരിത്രാധിഷ്ഠിത ഭൂമിശാസ്ത്ര പഠന രീതിക്കെതിരായി വോൺ സിഡോവ് അവതരിപ്പിച്ച സങ്കല്പനമാണ് ഇക്കോ ടൈപ്പ്. പ്രാദേശിക ആവാസ വ്യവസ്ഥയുടെ സമ്മർദ്ദത്താൽ ഓരോ നാടൻ കലകൾക്കുമുണ്ടാകുന്ന തനിമ കണ്ടെത്തലാണ് ഈ പഠനം. സ്ഥലകാലങ്ങൾക്കനുസൃതമായി ഇക്കോ ടൈപ്പുകൾ ഉണ്ടാകുന്നു. നരവംശ ഭൂമിശാസ്ത്ര പഠനം. നരവംശാസ്ത്രത്തിലെ ഒരു വിഭാഗമാണ് ജർമ്മനിയിൽ ഉടലെടുത്ത നരവംശ ഭൂമിശാസ്ത്ര പഠനരീതി. പരിതസ്ഥിതി ഓരോ ജനസമൂഹത്തിന്റെ സംസ്കാരത്തെയും സാങ്കേതിക പരിസരത്തെയും സ്വാധീനിക്കുന്നു എന്ന് വിലയിരുത്തി ഈ പഠനം. ഫെഡറിക് റാറ്റ്സ് ആണ് ഈ പഠന രീതിയുടെ വക്താവ്. ഫങ്ഷണൽ പഠനം. മലിനൂസ് ബ്രൗൺ ആണ് ഫങ്ഷണലായ സമീപനത്തിലൂടെ ഫോക്ലോറിനെ പഠനം നടത്തിയത്. ഫോക്ലോർ പരിണാമങ്ങൾ. നാഗരിക ഫോക്ലോർ നഗരങ്ങൾ, നഗരാനുഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഫോക്ലോറുകളാണ് നാഗരിക ഫോക്ലോർ. ഫോക്ലോറിസം കൂട്ടായ്മയ്ക്ക് സംഭവിക്കുന്ന സ്വാഭാവിക പരിണാമത്തിന്റെ അനന്തരഫലം എന്ന നിലയ്ക്ക് ഫോക്ലോർ അതിൻ്റെതല്ലാത്ത പുതിയ സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഫോക്ലോറിസം. പ്രായോഗിക ഫോക്ലോർ കൂട്ടായ്മയ്ക്ക് പുറത്തുള്ള ആളുകൾ ബോധപൂർവം ഇടപെട്ട് ഫോക്ലോറിനെ അതിൻ്റെതല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നതാണ് പ്രായോഗിക ഫോക്ലോർ. ഉദാഹരണം, പരസ്യങ്ങളിൽ തെയ്യം ഉപയോഗിക്കുന്നത്. വ്യാജ ഫോക്ലോർ നാഗരിക സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കൂട്ടായ്മയുടേതല്ലാത്ത ഫോക്ലോറാണ് വ്യാജ ഫോക്ലോർ. ഒരു പരിധിവരെ ഫോക്ലോറിസവും പ്രയുക്ത ഫോക്ലോറും വ്യാജം തന്നെയാണ്. കച്ചവട ലക്ഷ്യം, പ്രത്യയശാസ്ത്ര ലക്ഷ്യം തുടങ്ങിയവയൊക്കെയാണ് അതിന്റെ സ്വഭാവങ്ങൾ. എന്താണ് മെറ്റാ ഫോക്ലോർ? നാടൻ കലയെപ്പറ്റി ഒരു കൂട്ടായ്മയ്ക്ക് അകത്തുള്ളവരുടെ വിധി നിർണയമോ വിമർശനമോ ആണ് മെറ്റാ ഫോക്ലോർ. ഇതിനെ നാടോടി വ്യാഖ്യാനം എന്നും വിളിക്കാം. ഒരു പഴഞ്ചൊല്ലിനെ പറ്റിയുള്ള പഴഞ്ചൊല്ല് മെറ്റാ ഫോക്ലോർ ആണ്. ഉദാഹരണമായി, പഴഞ്ചൊല്ലിൽ പതിരില്ല, ചെനക്കത്തൂർ പൂരം തനിക്കൊത്ത പോലെ, കാണം വിറ്റും ഓണം ഉണ്ണണം തുടങ്ങിയവ.